party to my channel. നമുക്ക് ആവശ്യം വരുന്ന ഡൈപ്പർ, ആവശ്യം വരുന്ന ഷീറ്റ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് ആഫ്റ്റർ മൈ ബേബി. അതായത് എനിക്ക് കുഞ്ഞാവുണ്ടായതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുന്നതെന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഇത് ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചതാ. എത്ര രൂപയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഗൈസ്. ഓക്കെ, ബാഗ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ഷീറ്റ്. ഇത് നമുക്ക് ഡൈപ്പർ മാറാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വിരിച്ച് കിടത്താനായിട്ട്. ഇതിപ്പോൾ കാറിലാണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് കിടത്താൻ പറ്റില്ലല്ലോ. അപ്പം നമുക്കിത് കാറിൽ വിരിച്ചിടാൻ, അതായത് കാറിൽ മാത്രമല്ല എവിടെയാണോ നമ്മൾ പോകുന്നത് അവിടെ വിരിച്ചിടാൻ പറ്റിയ ഒരു ഷീറ്റാണ്. അപ്പോൾ ഡൈപ്പർ മാറുമ്പോൾ നമുക്ക് ഇതിനകത്ത് കിടത്തിയിട്ട് ഡൈപ്പർ മാറാം. ചെറിയൊരു ഷീറ്റാണ്, ഇത്ര നീളമുള്ളൂ. ഓക്കെ, ഈ ഒരു ഷീറ്റ്. പിന്നെ എല്ലാവരും ക്യാരി ചെയ്യണ ഡൈപ്പർ. ഇത് ഞാൻ പാക്കറ്റായിട്ട് എടുക്കാറില്ല, ജസ്റ്റ് 1, 2 അല്ലെങ്കിൽ 3 അത്രയൊക്കെ എടുക്കാറുള്ളൂ. കാരണം ലോങ് പോകുമ്പോൾ മാത്രമേ ഞാൻ 2 കൂടുതലൊക്കെ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 2 ക്യാരി ചെയ്യാറുള്ളൂ. ഇപ്പോൾ 2 ഡയപ്പർ എടുത്തിട്ടുണ്ട്. പാമ്പേഴ്സാണ് അവൾക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് പാമ്പേഴ്സാണെന്ന്. അപ്പോൾ അതിൻ്റെ 2 ഡയപ്പർ. പിന്നെ മെയിനായിട്ട് വൈപ്സ്. ഇപ്പം എല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന വൈപ്സാണ്. അപ്പോൾ ഇതാണ് വൈപ്സ്. കാണാൻ പറ്റുന്നുണ്ടോ, ഇത് എങ്ങനെയാണോ കാണിക്കേണ്ടതെന്ന് പിടിയില്ല. എങ്ങനെയാണ് മോറിസൺസ് ബേബി ഡ്രീംസ്, അങ്ങനെ എന്തോ സംഭവം. ഈയിടയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ ഈ ഒരു വൈപ്സ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. വൈപ്സ് എല്ലാവരും ക്യാരി ചെയ്യുന്നുണ്ട്. വൈപ്സ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് 2 ഉടുപ്പ്. ഇപ്പം എന്തെങ്കിലും നനയേ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ഉടുപ്പ് എടുത്തിട്ടുണ്ട്. ഒരു നല്ല ഉടുപ്പും, അതായത് ഇപ്പം നമുക്ക് അടുത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഉടുപ്പ് 2 എടുക്കും. ഒരെണ്ണം എടുക്കും. അതല്ല ദൂരേട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഡ്രസ്സ് 2 ഞാൻ ക്യാരി ചെയ്യും. പിന്നെ ഒരു സാധാ നമ്മൾ വീട്ടിലിടുന്ന പോലത്തെ ഡ്രസ്സ് ഞാൻ ക്യാരി ചെയ്യും. അപ്പം ഇങ്ങനെ 2 ഡ്രസ്സുകൾ എടുക്കും. 2 കൂടുതൽ എടുക്കുന്നവരുണ്ട്. അപ്പോൾ 2 അങ്ങനത്തെ ഡ്രസ്സുകൾ. പിന്നെ ബേബി ലോഷൻ. ഇത് ഞാൻ ഇടയ്ക്ക് ക്യാരി ചെയ്യാം. അപ്പം ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം ഇത് ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. അടുത്ത് പോകുമ്പോൾ അങ്ങനെ അത്യാവശ്യം വരാറില്ല. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്കിത് ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇതൊരു ബേബി ലോഷൻ ഞാൻ ക്യാരി ചെയ്യാറുണ്ട്, ഹിമാലയയുടെ. ഇതാണ് അവൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ ക്രീം, അതായത് മോയ്സ്ചറൈസർ, അവരുടെ മോയ്സ്ചറൈസറാണിത്. അപ്പം ഇതും ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. ഇതും ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബേബി മിസ്റ്റ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതല്ലേ. അപ്പം ഇത് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ഡ്രസ്സിൽ ഇങ്ങനെ കക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് ഞാൻ സ്പ്രേ അടിക്കാറുണ്ട്. ഡ്രസ്സിലാണേ, അല്ലാതെ അവരുടെ മേത്തല്ല, ഡ്രസ്സിൽ ഞാൻ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഞാൻ ബേബിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, മിസ്റ്റ് എടുക്കാറുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ, ലോഷൻ, 2 ഡ്രസ്സ്, പിന്നെ വൈപ്സ്, പാമ്പേഴ്സ് 2 മീൻസ് ഡയപ്പേഴ്സ് 2, പിന്നെ നമ്മുടെ ഷീറ്റ്. ഇത്രയാണ് ഞാൻ മെയിനായിട്ട് ക്യാരി ചെയ്യുന്നത്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ക്യാരി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും ക്യാരി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വിട്ടു പോയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് മദറല്ലേ. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ എന്തൊക്കെ ക്യാരി ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എക്സ്ട്രാ ക്യാരി ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നാൽ മതി. അപ്പം ഞാനതുപോലെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അപ്പം ഇത്രയാണ് ഞാൻ മെയിനായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അപ്പം ഞാൻ
എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ക്യാരി ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സൺസ്ക്രീൻ, ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. സൺസ്ക്രീൻ ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ പോയിരിക്കുകയാണ്, ഓൺലി ദിസ് മാത്രം. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ എൻ്റെ ഈ പൊട്ട് പോകാറുണ്ട്, അപ്പം ഞാൻ ഇത് ക്യാരി ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ 2 ഷെയ്ഡ് ഞാൻ ക്യാരി ചെയ്യാറുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് ഇടാം. ഓക്കെ, 2 ലിപ്സ്റ്റിക്കല്ല, അതിൽ കൂടുതൽ ചിലപ്പോൾ കാണും. ഏതാണോ ഫേവറേറ്റ് ഷെയ്ഡ് അത് ഞാൻ ക്യാരി ചെയ്ത് കൊണ്ടുപോവേ. പിന്നെ ലിപ്പ് ലൈനർ, പിന്നെ ചീപ്പ്. ഇത് മസ്റ്റാണ് എൻ്റെ ഹെയർ ഇത് മസ്റ്റാണ്. ബിക്കോസ് കാറ്റടിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി എങ്ങോട്ടൊക്കെയാണ് പോകണമെന്ന് എനിക്കൊരു പിടുത്തമില്ല, ഒരു നേരം ഒതുങ്ങിയിരിക്കില്ല. അപ്പം നമ്മൾ ചീകി ഒതുക്കി, ഞാൻ മിക്ക ടൈമിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബണ്ണ് കെട്ടണത്. അതായത് എന്നാൽ മാത്രമാണ് എൻ്റെ മുടി ഒതുങ്ങിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ യാതൊരു അനുസരണ ഇല്ലാത്ത മുടിയാണ് എൻ്റെ മുടി. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒതുങ്ങിയിരിക്കും, അതൊക്കെ ഒതുക്കി വെച്ചേക്കണം. പക്ഷേ കുറച്ചേരം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ബും പോലെ ഇരിക്കുന്നതാണ്. കാറ്റത്ത് പോയി കഴിഞ്ഞാൽ, ഇത് മീൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുടി ഒതുങ്ങിയിരിക്കുകയില്ല. ചിലവരൊക്കെ ഇങ്ങനെ മുടി അഴിച്ചിടൂലേ, അതും എനിക്ക് ഭയങ്കര ആഗ്രഹം, മുടിയൊക്കെ അഴിച്ചിട്ട് സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കണം. പക്ഷെ എൻ്റെ മുടി അങ്ങനെ ഒതുങ്ങിയിരിക്കാറേ ഇല്ല. എന്താണോ എന്തോ എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ചിലവർക്കൊക്കെ ഇങ്ങനത്തെ മുടി ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാന്ന് പറയും. പക്ഷെ എനിക്കിങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് സെറ്റപ്പായിട്ടൊക്കെ നടക്കണമെന്ന്, അതായത് സാരിയൊക്കെ കൊടുക്കുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ചിലരുണ്ടല്ലേ ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുമ്പോഴത്തേക്കും മുടിയൊക്കെ അഴിച്ച് അപ്പം തന്നെ ക്ലിപ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ, ഫോട്ടോ ഒക്കെ പോസ് ചെയ്യണമെങ്കിൽ അപ്പം തന്നെ ക്ലിപ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചിട്ട് അപ്പം തന്നെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെറുതെ ഇട്ടാൽ മതി, അപ്പം തന്നെ പോസ് ചെയ്ത്. എൻ്റെ മുടി അങ്ങനെ ഇരിക്കില്ല. ഇപ്പം അഴിച്ചിട്ട് കഴിഞ്ഞാണ്ടല്ല, ഇതിങ്ങനെ ഇരിക്കും, ഒരു ഒതുങ്ങിയിരിക്കണതില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഫുൾ ടൈം ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ചീപ്പ്. പിന്നെ ഒരു ഫേസ് വാഷ്, ഇത് ഫേസ് വാഷിനുള്ള ക്ലെൻസർ, അതായത് സ്ക്രബും ഫേസ് വാഷും രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ക്യാരി ചെയ്യും. പിന്നെ പെർഫ്യൂം ക്യാരി ചെയ്യാറുണ്ട്. പെർഫ്യൂം നമ്മൾ ഇങ്ങനെ വേർതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് പെർഫ്യൂം അടിക്കും. ഇത് പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല, നോർമൽ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു പെർഫ്യൂമാണിത്. അപ്പോൾ പെർഫ്യൂം ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ ലിപ് ബാം, ഇത് മെയിനാണ്, ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇത് ഉണ്ട് ലിപ് ബാം. ഓക്കെ, ലിപ് ബാം ലാസ്റ്റായി, ആദ്യം കാണിക്കേണ്ടതാണ്. അപ്പം ലിപ് ബാമും കൂടെ ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ എൻ്റെ ബാഗിൽ. അത് പ്ലസ് അവളുടെ സാധനങ്ങൾക്കൊപ്പം ഞാൻ എൻ്റെ സാധനങ്ങളും ഇത്രയാണ് ക്യാരി ചെയ്യണം. ഇത്രയും ചിലപ്പോൾ അടുത്തൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം എടുക്കില്ല കേട്ടോ. അപ്പം അടുത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാറില്ല. ദൂരേക്കെന്ന് പറയാനായിട്ട് വലിയ പോക്കൊന്നുമില്ല. എന്നാലും ഇപ്പം രാവിലെ പോയിട്ട് നമ്മൾ രാവിലെ ഷോപ്പിങ്ങിന് പോയിട്ട് വൈകുന്നേരം തിരിച്ചു തന്നെ ടൈമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ക്യാരി ചെയ്യുന്ന സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങൾ. അതല്ല അടുത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിപ്സ്റ്റിക്കും ചീപ്പും മാത്രമേ എടുക്കാറുള്ളൂ. ലിപ്സ്റ്റിക്കും ചീപ്പും. സൺസ്ക്രീൻ ചിലപ്പോൾ ക്യാരി ചെയ്യട്ടെ, ചിലപ്പോൾ അതായത് എന്താ പറയുക, ഇതിൻ്റെ കാര്യം മറക്കാതിരുന്നാൽ ഞാനിത് ക്യാരി ചെയ്യും. അല്ലെങ്കിൽ മെയിനായിട്ട് ഞാൻ ക്യാരി ചെയ്യുന്നത് ലിപ്സ്റ്റിക്കും ചീപ്പുമാണ്. ഇത് രണ്ടുമാണ് എൻ്റെ മെയിൻ. അത് രണ്ടും ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ മിക്കപ്പോഴും വണ്ടിയിലെടുത്തിടുമ്പോൾ എന്നെ ചീത്ത പറയും, ഓഫ് നീ ഇതെടുത്ത് വേറെ എന്തെടുക്കാൻ പറഞ്ഞാലും ഈ 2 സാധനം അവർ എടുക്കുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ക്യാരി ചെയ്യാറുണ്ട്, ലിപ്സ്റ്റിക്കും ചീപ്പും. അപ്പോൾ ഇത്രയാണ് വാട്ട്സ് ഇൻ മൈ ബാഗ് ആഫ്റ്റർ ബേബി. അപ്പോൾ ഈ ബാഗ് ഇപ്പം അവൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ബാഗ്. അല്ലെങ്കിൽ ഞാൻ ചെറിയ ബാഗാണ് യൂസ് ചെയ്യുന്നത്. 1 സൈഡ് ബാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ ചരിച്ചിടുന്ന ബാഗില്ലേ അത്. അപ്പോൾ 1 സൈഡ് ബാഗാണ് ഞാൻ ആദ്യം ക്യാരി ചെയ്തിട്ടുണ്ട്. അതിലാകുമ്പോൾ ഫോണും ലിപ്സ്റ്റിക്കും ചീപ്പും മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വാട്ട്സ് ഇൻ മൈ ബാഗ് വ്ലോഗ്. ഇത്രയുള്ള ഗൈസ്. വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയുള്ളൂ ഗൈസ്. ബൈ.